ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗാർലിക് എഗ് ടോസ്റ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഉപ്പുള്ള ബട്ടർ ആണെങ്കിലും ചേർക്കാം കേട്ടോ നിങ്ങൾക്ക്. ബട്ടർ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 2 വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ അതിനൊരു കൊച്ചു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഗ്രേറ്റർ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു കവർ വെച്ച് കൊടുക്കുക. ഒരു പോളിത്തീൻ കവറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്നും വേദനിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി എടുക്കാൻ പറ്റും. ഇതൊരു കൊച്ചു ടിപ്പാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ രീതിയിൽ ഈ വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗ്രേറ്റർ അതിൻ്റെ ഒരു മൊനയൊക്കെ കൊണ്ട് നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ സ്കിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വേദനയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു കൊച്ചു സൂത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒന്ന് വടിച്ച് ഇങ്ങനെ എടുത്താൽ മതി. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരുന്ന ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇച്ചിരി കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയൊന്നും എടുക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലവർക്ക് ഒത്തിരി വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലും കുത്തൊക്കെ വരുന്നത് തീരെ ഇഷ്ടം കാണില്ല. അങ്ങനെയുള്ളവർ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഈ ബട്ടറും ഈ ഒരു വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ വരുന്ന രീതിയിലുള്ള മല്ലിയില കൊടുത്തിട്ടുണ്ട്. മല്ലിയിലും കൂടെ വരുമ്പോഴാണ് ആ ഗാർലിക് ബ്രെഡിന് റിയൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിലൊക്കെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിൽ മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡ് കൊണ്ടും ബ്രൗൺ ബ്രെഡ് കൊണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വൈറ്റ് ബ്രെഡ് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ബ്രൗൺ ബ്രെഡാണ് നമ്മൾ വലിയവർ കഴിക്കാറ്. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ ബ്രെഡൊക്കെ കഴിക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വൈറ്റ് ബ്രെഡൊക്കെ കാണിക്കുന്നത്. എന്നോട് കുറേ പേരൊക്കെ പറയാറുണ്ട് ബ്രെഡിൻ്റെ സ്നാക്കോ അല്ലെങ്കിൽ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വൈറ്റ് ബ്രെഡ് മാത്രം എന്താ എടുക്കണം, എന്തുകൊണ്ട് ബ്രൗൺ ബ്രെഡ് എടുത്തുകൂടാന്നൊക്കെ. ഇപ്പം ഞാൻ ബ്രൗൺ ബ്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞവർ ആരും കഴിക്കത്തില്ല, പിള്ളേരൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 സ്ലൈസ് ബ്രെഡിലും ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ബട്ടർ ഇഷ്ടമാണോ അതനുസരിച്ച് തേച്ച് കൊടുക്കുക. നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും തേക്കണം എന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഈ 2 സ്ലൈസിലൊക്കെ നന്നായിട്ട് ബട്ടറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ മറുപുറത്തും കൂടെ ഞാൻ ബട്ടർ തേക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കണം. ചൂടായതിനു ശേഷം നമ്മൾ ഏത് ഭാഗത്താണോ ആ ബട്ടർ പുരട്ടിയത് അത് പാത്രത്തിൽ ആ ചൂടുള്ള ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ ഒരു മറുഭാഗത്തും കൂടെ ഞാൻ ഈ ഒരു ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം എന്നില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട്, ചിലവർക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള രീതിയിലുള്ള ഗാർലിക് ബ്രെഡ് ആയിരിക്കും ഇഷ്ടം. എന്നാൽ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നേരം ക്രിസ്പി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ നേരം വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു രീതിയിലല്ല, ഇച്ചിരി ക്രിസ്പിയും ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു ഗാർലിക് ബ്രെഡ് എഗ് ടോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ടയും കൂടെ ബുൾസൈ വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിനായിട്ട് അതേ പാത്രത്തിൽ അല്പം ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ബുൾസൈ ഉണ്ടാക്കുക അതേപോലെ തന്നെ ഞാൻ നേരിട്ട് ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി കുരുമുളക് പൊടി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഉണക്കമുളക് ചില്ലി ഫ്ലേക്സ് പൊടിച്ചത് ഇഷ്ടം, അല്ലെങ്കിൽ ഉണക്കമുളക് പൊടിച്ചിട്ടുള്ളതിനെയാണ് ചില്ലി ഫ്ലേക്സ് എന്ന്
പറയാമല്ലോ. അപ്പോൾ അതും ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒറിഗാനോ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബ്സ് ഇഷ്ടമുള്ളവർ, ഡ്രൈ ഹെർബ്സ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അതിപ്പോൾ ഓരോരുത്തരുടെ രീതിയാണ് കേട്ടോ. ഞാനെന്നൊരു ബുൾസൈ രീതി ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പം അതിങ്ങനെ ബുൾസൈയെ പോലെ ഇങ്ങനെ അതിലത്തെ മഞ്ഞച്ചാറ് വരുന്നതൊക്കെയാണ് ഇഷ്ടം. എന്നാൽ ചിലവർക്ക് അത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല കാണാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം അങ്ങനത്തെ ഒരു മഞ്ഞ ഭാഗമൊന്നും കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ നമ്മളെടുത്തിട്ടുള്ള ബുൾസൈ ഇതേപോലെ നമ്മൾ ഈ ബ്രെഡിൻ്റെ ഒരു സ്ലൈസിൽ ഒരു സൈഡിൽ വയ്ക്കുക, ഒരു സ്ലൈസിൽ വയ്ക്കുക, മറ്റേ സ്ലൈസ് ഇതിൻ്റെ മേലെ വെച്ച് മൂടി വയ്ക്കുക. ഇനി ഒന്നുമില്ല, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്കിത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഷേപ്പിനകത്തോട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ചാറ് ആയിട്ടൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് മുട്ട ഇഷ്ടം അതേപോലെ കഴിക്കുക, അതുപോലെ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് ഓംലേറ്റ് ഒക്കെ ഇഷ്ടമാണ്, നല്ല സവോളയൊക്കെയും പച്ചമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അത് വെച്ചാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ആ ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടി സിമ്പിൾ റെസിപ്പിയാണ്, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.